വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട്. അങ്ങനെ നെയ്യാറ്റിൻകര ഗോപന്റെ അറട് തുടങ്ങി മാൺസ്റ്റർ എലോ ലാലേട്ടന്റെ ഏറ്റവും മോശം സിനിമ എന്ന് മാത്രമല്ല ഐ എം നോട്ട് കോൺഫിഡന്റ് anymore. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. ഏറ്റെന്ന് പറഞ്ഞില്ലേ? താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. ഞാൻ നിങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. സത്യം പറയാൻ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണമെന്ന് പറയാം. അത്രയ്ക്കെങ്കിലും പടം ലാലേട്ടൻ എങ്ങനെ ഒരു സിനിമ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതാണ്. ക്ലൈമാക്സ് ഞാൻ പറയില്ലേ, നമ്മൾ കൈയടിച്ചു പോകും. അങ്ങനെയുള്ളൊരു പടമാണ്. ലാലേട്ടന്റെ അവസാനത്തെ സീനിൽ സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ അറിഞ്ഞു പോയി. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ ഒരു കഥ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നേരാണോ? പിന്നല്ലാതെ സത്യമാണോ? ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. കുറെ കാലമായിട്ട് നമുക്ക് ലാലേട്ടന്റെ ഒരുപാട് മോശം പടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോ നേര് പറയാൻ വാക്കുകളില്ല, ഫുൾ കൈയടിയായിരുന്നു. അത് കേട്ടാ മതി. അടിപൊളിയാണ്. എല്ലാ ലാംഗ്വേജസിലും റീമേക്ക് ആകും. കമൽഹാസൻ ബാക്കി എല്ലാരും ഇങ്ങനെ തേടി വരത്തില്ലേ, അതുപോലെ തേടി വരും. നിന്റെ നാക്ക് നല്ലതാണോ? നോക്കിയേ, ശരിയാ, ശരി. ലാഗ് എന്ന് പറയുന്ന സാധനം പോലെ ഫീൽ ചെയ്തില്ല. നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോയി. തിരക്കഥയ്ക്ക് തന്നെ കൈയടി കൊടുക്കണം. ജിത്തു ജോസഫാൻ, ശാന്തി മായാദേവി. ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഹാറ്റ്സ് ഓഫ് ടു ജിത്തു ജോസഫ് ആൻഡ് മോഹൻലാൽ സർ. ഈ കോമ്പിനേഷൻ പൊളിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. അതെ. അടുത്ത ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഇതൊക്കെ റീമേക്ക് പ്രതീക്ഷിക്കാവുന്ന. എന്തിനാ അതുപോലത്തെ ആദ്യം എന്നെ അടിച്ചേരി ഞാൻ. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ലാലേട്ടന്റെ അനശ്വരയുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനശ്വരയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നത്തോലും അത്ര കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? ഈ വർഷത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് നേര്. As a lawyer, ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാനൊക്കെ കരഞ്ഞുപോയി. സന്തോഷം കൊണ്ട് കണ്ണ് നിറയണമെന്ന് പറയാം. ലാലേട്ടന്റെ അവസാനത്തെ സീനിൽ സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ അറിഞ്ഞു പോയി. അറിയാതെ ഒരു പക്ഷേ പെട്ടെന്ന് കണ്ണിൽ നിന്നും എല്ലാത്തിനും കണ്ണുനീര് വരാം. ക്ലൈമാക്സ് ഒരു തുള്ളി കണ്ണുനീര് ക്ലൈമാക്സ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. നല്ല രസമുണ്ട്. രോമാഞ്ചം ഫുൾ.